അതായത് രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിമർശനം നേരിടുന്നത്. വിനോദ് പറഞ്ഞു വെച്ചത് BJP പ്രക്ഷോഭത്തിൽ സമരക്കാരോട് ആഭിമുഖ്യം കാട്ടി RSS മേധാവി മോഹൻ ഭഗവതിന്റെ പ്രതികരണം വരുന്നു എന്നുള്ളതാണ്. കേട്ടെഴുത്തല്ല, കുട്ടികളുമായി ചർച്ചയാണ് വേണ്ടത് എന്ന വാക്കുകളായിരുന്നു മോഹൻ ഭഗവതിൻ്റേത്. ആജ്ഞകൾ നൽകുന്നതിന് പകരം തുറന്ന ചർച്ചകളും സംവാദങ്ങളുമാണ് വേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു. RSS ഇത്തരമൊരു നിലപാട് സ്വീകരിക്കെ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നില കൂടുതൽ പരുങ്ങലിൽ ആവുകയാണ്. നമുക്ക് മോഹൻ ഭാഗവതിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. एक तो बहुत अधिक अपनापन देने की जरूरत है, समय देने की जरूरत है और संवाद करने की जरूरत है. डिक्टेशन नहीं, डिस्कशन, ऑर्डर नहीं, कॉन्सेंसस. आज परिवार में बातचीत बंद हो गई है. अपना मोबाइल, सब लोग ऑफिस से पति पत्नी दोनों आते हैं, बच्चे भी स्कूल से आते हैं, भूख लगी है किसी को खा लेते हैं. हर एक आदमी अपना मोबाइल लेके യെസ്, ഇതായിരുന്നു മോഹൻ ഭാഗവതിന്റെ പ്രതികരണം. അപ്പോൾ വിനോദ്, ഈ പ്രധാനമന്ത്രിക്ക് നേരെ ഉയരുന്ന വിമർശനവും അദ്ദേഹം ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല, ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന് എന്താണോ പറയാനുള്ളത് അത് പറയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. അതിനിടയിലാണ് മോഹൻ ഭാഗവതും പറയുന്നത് ആജ്ഞകളല്ല വേണ്ടത്, ചർച്ചകളാണ് വേണ്ടത് എന്ന്. അത് സ്വാഭാവികമായും BJPയുടെ നിലനിൽപ്പ് എപ്പോഴും നമുക്കറിയാം RSSനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ RSSന് ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അഭിലാഷ്, ധർമ്മേന്ദ്ര പ്രധാനെ എങ്ങനെ ഏത് വിധേയനെയും സംരക്ഷിക്കാൻ വേണ്ടി BJP അരയും തലയും മുറുക്കി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇടുത്തി പോലെ മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കേട്ടെഴുത്തല്ല, കുട്ടികളോട് സംസാരിക്കണം, ആജ്ഞാപിക്കലുകളല്ല, അവർക്ക് എന്താണ് അവരുടെ ആവശ്യമെന്ന് കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ സമരക്കാരോട് ആഭിമുഖ്യം പുലർത്തുന്നു RSS നേതൃത്വം എന്നത് BJPയെ സംബന്ധിച്ച് അത്ര കണ്ട് സുഖകരമായ ഒരു കാര്യമല്ല. മറ്റൊന്ന്, BJPയും RSS നേതൃത്വവും തമ്മിൽ സമീപകാലത്ത് പല വിഷയങ്ങളിൽ ഭിന്നത ഉണ്ടായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഈ പ്രചരണത്തിനിറങ്ങാതെ തന്നെ RSS മാറി നിന്ന ചരിത്രമുണ്ടായിട്ടുണ്ട് സമീപകാലത്ത്. മാത്രമല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടും എന്നതായിരുന്നു, BJP ഒറ്റയ്ക്ക് 400 സീറ്റ് നേടും എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. പക്ഷേ അത് പകുതി കണ്ട് കുറയുമ്പോൾ RSS പ്രചരണത്തിനിറങ്ങാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യമുണ്ടായതെന്ന വലിയ വിമർശനം. കേരളത്തിൽ പോലും സംഘടനാ ജനറൽ സെക്രട്ടറിയെ നൽകാതെ RSS BJPയുമായി സഹകരിക്കാതെ മാറി നിന്ന കാലഘട്ടം. ഇങ്ങനെയൊക്കെ തന്നെ വലിയ പ്രതിസന്ധി രാജ്യത്തും സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ RSSും BJPയുമായി ഉണ്ട്. ഇപ്പോൾ മോഹൻ ഭാഗവതിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ അത് BJPയെ കുറച്ച് പ്രതിസന്ധിയിലാക്കുന്നതാണ്. ധർമ്മേന്ദ്ര പ്രധാനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നില കൂടുതൽ പരുങ്ങലിലാക്കുന്നതാണ്. ഒരുപക്ഷെ രാജി എന്ന ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് മോഹൻ ഭാഗവതിൻ്റെ വാക്കുകളെന്ന് കൂടി കാണണം. എങ്കിൽ തന്നെയും BJP സർക്കാർ ഈ പ്രതിസന്ധി മറികടക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അവർക്ക് മുന്നിലുള്ള വഴി മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ ധാരണയാക്കിക്കൊണ്ട് രാജി എന്നത് ഒഴിവാക്കുക, അത് കോൺഗ്രസിനൊരു മേൽക്കൈ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തങ്ങൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുന്നുവെന്ന് RSSനെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. മറ്റൊരു കാര്യം, മന്ത്രിസഭാ പുനഃസംഘടന വരാൻ പോവുകയാണ്. അതിൽ ചില മാറ്റങ്ങൾ വരുത്താമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഈ പ്രശ്നം അവസാനിപ്പിക്കുക, ഇങ്ങനെ ചില മാർഗങ്ങളാണ് BJP നേതൃത്വത്തിന് മുന്നിലുള്ളത്. പക്ഷേ RSS കൂടി ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ BJP കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്നത് വളരെ വ്യക്തമാണ്. അഭിലാഷ്, യെസ്, BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി, ഒരു പക്ഷേ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ. അങ്ങനെ അധികാരത്തിലേറിയതിനു ശേഷം ഡൽഹിയെ പിടിച്ചുലച്ച കർഷക പ്രതിഷേധങ്ങൾ ഉണ്ട്. പക്ഷേ ഇത് ഒരു യുവതയാണ് കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അത് BJPയെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കാരണം പുതിയ തലമുറ BJPക്കൊപ്പമാണ് എന്ന് BJP പൊതുവിൽ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം യുവാക്കൾ ഏറ്റെടുക്കുമ്പോൾ അതിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പിന്തുണ നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇനി എന്ത് നീക്കം, RSSന്റെ ഭാഗത്ത് നിന്നടക്കം കേന്ദ്ര സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും. ഇന്ന് വീണ്ടും CJPയുമായും ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം എന്താകും എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയം, അതായത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അതിനുശേഷം വലിയ പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായി എങ്കിൽ പോലും ആ പ്രതിഷേധത്തെ ഏറ്റെടുക്കാനോ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്താനോ
മറ്റിതര മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും തയ്യാറായിരുന്നില്ല എന്നത് നമുക്ക് അറിയാം. പല പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. അവിടെയായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തെ തുടർന്ന് രൂപപ്പെട്ട ഒരു കൂട്ടായ്മ കോക്രോച്ച് ജനതാ പാർട്ടി. അതിന് ഇപ്പോഴും ഒരു സംഘടനാ സ്വഭാവമില്ല. അതിനെ നയിക്കുന്നവരുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ട്. അതേസമയം മറ്റു പൊളിറ്റിക്കൽ പാർട്ടികൾ അങ്ങനെയല്ല. അവർക്ക് കൃത്യമായ സ്ട്രക്ചർ ഉണ്ട്, അതിന് കൃത്യമായ നേതാക്കൾ ഉണ്ട്. ഒരു സമരത്തെ വിഭാവനം ചെയ്യാനും അതിലേക്ക് അണികളെ എത്തിക്കാനും ആ സമരം ഐഡിയോളജിക്കലി തന്നെ നടപ്പിലാക്കാനും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ശേഷിയുണ്ട് എന്നിരിക്കെയാണ് CJPയുടെ പ്രതിഷേധം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ചർച്ച ചെയ്യപ്പെടുക എന്നത് മാത്രവുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനോടകം തന്നെ 2 വീഡിയോകൾ ടെലികാസ്റ്റ് ചെയ്യേണ്ടതായി വരുന്നു. അതാണ് ആ സമരത്തിന്റെ ബലം, വലിപ്പം എന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.